السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ന്യൂസ് മീഡിയ ക്ലാസ് റൂമിലെ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ മീഡിയയിലൂടെ ധാരാളം അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിൽ റമളാൻ പൊലിമ എന്ന പേരിൽ ആവശ്യമായ വിജ്ഞാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ മീഡിയ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നവരാണ്. നോമ്പുകാരെ കുറിച്ച് പല ഹദീസുകളും വന്നിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുന്ന നോമ്പുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കാത്ത, എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞ നോമ്പുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ വിഷയം സ്വാലിഹീങ്ങളുടെ നോമ്പ്, അല്ലാഹു തആല സ്വീകരിക്കുന്ന നോമ്പ് ഏതാണ് എന്നുള്ളതാണ്. ഒരല്പസമയം ഇൻഷാ അല്ലാഹ് എന്നോടും നിങ്ങളോടുമായി ഉണർത്താറുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നോമ്പുകാരുടെ ഇനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും 3 രൂപത്തിലുള്ള നോമ്പ് അതിൽ പരിചയപ്പെടുത്തുന്നു. ഒന്ന് സൗമുൽ ഉമൂം, 2 സൗമുൽ ഖുസൂസ്, 3 സൗമു ഖുസൂസിൽ ഖുസൂസ്. ഒന്നാമത്തത് സൗമുൽ ഉമൂം, സാധാരണക്കാരുടെ നോമ്പ് അല്ലെങ്കിൽ ലോക്കൽ നോമ്പ് എന്നാണ് ഒരു നോമ്പിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ്, സ്വാലിഹീങ്ങളുടെ നോമ്പ്. മൂന്നാമത്തത് VIP ആളുകൾ, പ്രത്യേകക്കാരിൽ തന്നെ കൂടുതൽ പവറുള്ള, മഹത്വമുള്ള ആളുകളുടെ നോമ്പ്. ഇത് മൂന്നും ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം. ആദ്യമായി സൗമുൽ ഉമൂം, ലോക്കൽ നോമ്പ് അല്ലെ സാധാരണക്കാരുടെ നോമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ നോമ്പിന്റെ പ്രത്യേകത കഫുൽ ബത്നി വൽ ഫർജി അൻ ഖളാഇ ശഹവ. നമ്മളൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മദ്രസയിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരം നമ്മൾ നേടിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം തുടങ്ങിയ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതുമാത്രമാണ് ഈ നോമ്പിന്റെ പ്രത്യേകത. മറ്റ് അവയവങ്ങളെ സൂക്ഷിക്കുകയോ ശ്രദ്ധിക്കുകയോ അതൊന്നും ചെയ്യുന്നില്ല. ഭക്ഷണം, വെള്ളമൊക്കെ സുബഹി മുതൽ മഗ്‌രിബ് വരെ ഉപേക്ഷിക്കുന്നുണ്ട്. നോമ്പ് മുറിക്കുന്ന മറ്റു കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് സൗമുൽ ഉമൂം, സാധാരണക്കാരുടെ നോമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. രണ്ടാമത്തെ നോമ്പ് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ്, സാലിഹീങ്ങളുടെ നോമ്പ്. അത് പറയുന്നതിന് മുമ്പ് മൂന്നാമത്തത് പറയാം. രണ്ടാമത്തതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് സൗമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകം സ്ഥാനമുള്ള VIP-കളുടെ നോമ്പ്. അത് വലിയ പവറുള്ള മഹാന്മാരായ അമ്പിയാക്കളുടെയും ആരിഫീങ്ങളുടെയൊക്കെ നോമ്പാണ് ആ നോമ്പ്. സൗമുൽ ഖൽബി അനിൽ ഹിമമി ദനിയ വൽ അഫ്കാരി ദുനിയവിയ വകഫുഹു അമ്മാ സിവല്ലാഹി അസ്സ വജൽ ബിൽ കുല്ലിയ. അത് നമുക്കൊക്കെ പ്രയാസമാണ് അത്തരം നോമ്പുകൾ. അതായത് ദുനിയവിയായ ഒരു ചിന്തയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ, അല്ലാഹ് എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ വിശുദ്ധ റമളാനിനെ
ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയണം. അത് ഔലിയാക്കളുടെ, അമ്പിയാക്കൾക്കും ആരിഫീങ്ങൾക്കൊക്കെ സാധ്യമായ നോമ്പാണത്. അത് കുറച്ച് പ്രയാസമേറിയതാണ്. അതിനാണ് VIP നോമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. രണ്ടാമത്തതാണ് നമ്മുടെ വിഷയം, സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ്, സ്വാലിഹീങ്ങളുടെ നോമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നോമ്പ് ആകാൻ പ്രധാനമായും 6 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? കഫ്ഫു സമഇ വൽ ബസരി വൽ ലിസാനി വൽ യദി വൽ റിജ്ലി വസായിരിൽ ജവാരിഹി അനിൽ ആഹാം. മൊത്തത്തിൽ പറഞ്ഞാൽ കേൾവിയും നമ്മുടെ കാഴ്ചയും നാവും കൈകാലുകൾ അടക്കമുള്ള എല്ലാ അവയവങ്ങളെയും സർവ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു പൊരുത്തപ്പെടാത്ത സകല കാര്യങ്ങളിൽ നിന്നും സൂക്ഷിച്ചുകൊണ്ടുള്ള നോമ്പ്. നോമ്പ് മുറിക്കുന്ന നമ്മൾ പഠിച്ച ഭക്ഷണം, വെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് പുറമെ ബാക്കിയുള്ള അവയവങ്ങളും കൂടെ, നമ്മുടെ കണ്ണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം വിശുദ്ധ റമളാനിൽ നമ്മുടെ നോമ്പ് പൂർത്തീകരിക്കേണ്ടത്. അള്ളാഹു വെറുക്കുന്ന, പൊരുത്തപ്പെടാത്തതിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിപ്പോകരുത്. അതൊക്കെ വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പാടില്ലാത്തത്, ഏതൊക്കെ ആളുകളെയാണ് നമ്മൾ കാണാൻ പാടില്ലാത്തത്, എന്തെല്ലാം ചിത്രങ്ങളും വീഡിയോകളുമാണ് നമുക്ക് കാണാൻ പാടില്ലാത്തത്, അതൊക്കെ വിശാലമായൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. മൊത്തത്തിൽ പറയാം, അള്ളാഹു പൊരുത്തപ്പെടാത്ത എല്ലാത്തിൽ നിന്നും നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്ത്, നമീമത്ത് അടക്കമുള്ള അഫാത്തുൽ ലിസാൻ എന്ന് പ്രത്യേകം മഹാന്മാരെ വിശേഷിപ്പിച്ചിട്ടുള്ള സംസാരം, ഹറാമായ സംസാരങ്ങൾ, അതിൽ നിന്ന് നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കേൾവി, നമ്മൾ ചിലപ്പോൾ ഒന്നും സംസാരിക്കുന്നു നോക്കുന്നൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കും. മറ്റുള്ളവർ ഗീബത്തും നമീമത്തൊക്കെ ഇങ്ങനെ പറയുന്നു, ആ സദസ്സിൽ പോയി ഇരിക്കുന്നു. അതും നമ്മുടെ നോമ്പിനെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേൾവിയും, അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു സംസാരം നടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ കേൾവിയെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾ, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ വയറ്, നമ്മുടെ ഔറത്ത്, ഇതെല്ലാം പൂർണ്ണമായും ഹറാമുകളിൽ നിന്നും കറാഹത്തുകളിൽ നിന്നൊക്കെ സൂക്ഷിച്ച്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ബത്തിന്, നമ്മുടെ വയറ്, അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു ഭക്ഷണം, ഹറാമായ ഒരു ഭക്ഷണം, അന്യന്റെ ഒരു ഭക്ഷണം, പൊരുത്തമില്ലാത്തത് നമ്മുടെ വയറ്റിലേക്ക് കയറിപ്പോകുന്നത് എല്ലാ സമയത്തും സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് റമളാനിൽ അതിൻ്റെ മഹത്വങ്ങൾ, വിശുദ്ധ റമളാനിന് അതിൽ നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. അറ്റമില്ലാത്ത പ്രതിഫലമാണ് വിശുദ്ധ റമളാനിൻ്റെ നോമ്പിനുള്ളത്. വിശുദ്ധ റമളാനിൻ്റെ ഒരു നോമ്പിന് മറ്റുള്ള മാസങ്ങളും മുഴുവനും നമ്മൾ നോമ്പ് നോറ്റാലും നമ്മളെ വിശുദ്ധ റമളാനിൻ്റെ ഒരു നോമ്പിൻ്റെ പവർ ലഭിക്കില്ല. അത്രയും പവറാണ് വിശുദ്ധ റമളാനിൻ്റെ നോമ്പിനുള്ളത്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹറാമായ ഒരു വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊണ്ടോ നമ്മൾ നോമ്പ് തുറന്നു പോകരുത്. അപ്പം അങ്ങനെ ഈ അവയവങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നതോടുകൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ ഖൽബ് അള്ളാഹുലേക്ക് തിരിയണം. ഈ സാലിഹീങ്ങളുടെ നോമ്പിന്റെ 6 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത്. അയ്യകൂന ഖൽബുഹു ബഅദൽ ഇഫ്താരി മുൽതരിബൻ ബൈനൽ ഖൗഫി വറജ. ഒരു ഖൗഫ് റജ, അല്ലാഹുവേ ഈ ഇത്രയും സമയം ഭക്ഷണപാനീയങ്ങളും മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നോമ്പ് നോറ്റത്, ഈ നോമ്പ് നീ കബൂലാക്കണേ, നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നുള്ളൊരു പ്രാർത്ഥനയുടെ മനസ്സ്
അള്ളാഹുവെ ഇത് എൻ്റെ കുറവുകളെ കൊണ്ട് ഈ നോമ്പ് നീ തള്ളിക്കളയുമോ എന്നൊരു പേടി നമ്മുടെ മനസ്സിൽ വേണം. അത് സ്വീകരിക്കും, അള്ളാഹു കബൂൽ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും ആ നിലക്ക് ഒരു പ്രാർത്ഥനയുടെ മനസ്സോടുകൂടെ ആയിരിക്കണം നോമ്പ് ഓരോ ദിവസവും നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു ചിന്ത നമ്മുടെ ഖൽബ് അള്ളാഹുലേക്ക് തിരിഞ്ഞ് ഇതിനെ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നോമ്പ് അവസാനിപ്പിക്കാൻ കഴിയണം. ഇങ്ങനെ നോക്കുന്ന നോമ്പാണ് സ്വാലിഹീങ്ങളുടെ നോമ്പ്. ആ നോമ്പ് പെടാൻ നമ്മുടെ നോമ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വാലിഹീങ്ങളുടെ നോമ്പ് നോക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹൃ ദഅവാനാ അൽഹംദുലില്ലാഹി.